പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 200 ഖണ്ഡിക മുതൽ 204 ഖണ്ഡിക വരെയുള്ള ഭാഗങ്ങളാണ്. ഒരു നിമിഷം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ. നാളിതുവരെ ഈ ക്ലാസ്സുകൾ പഠിക്കാനായിട്ട് തമ്പുരാൻ നമുക്ക് അനുഗ്രഹം തന്നു. അതിന് പ്രത്യേകമായി നന്ദിയും കൂടി തമ്പുരാന് സമർപ്പിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയ സംരക്ഷണം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 200 മുതൽ 204 വരെയുള്ള ഖണ്ഡികകളാണ്. പരിഹാരം ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ വ്യാപനം എന്ന് പറയുന്ന ആ പ്രധാന ശീർഷകത്തിൻ്റെ ഉപശീർഷകമായിട്ട് വരുന്ന കാര്യമാണ് സമഗ്രതയും സ്വരച്ചേർച്ചയും എന്നത്. അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഇന്നത്തെ ക്ലാസ്സുകൾ മുഴുവനും മുന്നോട്ട് പോവുക. ക്രിസ്തുവിൻ്റെ സ്നേഹവും നമ്മുടെ പങ്കാളിത്തവും, ഈ ഭാഗം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമ്മിൽ അതിൽ എങ്ങനെ പങ്കാളികളാക്കണം എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പരിഹാരം എന്നതിനെ ഒരു പുണ്യപ്രവർത്തനമായി മാത്രമല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ലോകത്ത് മുഴുവൻ വ്യാപിപ്പിക്കാനുള്ളൊരു മാർഗമായിട്ടും ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. ശ്രദ്ധിക്കണം, പരിഹാരം എന്നതൊരു പുണ്യപ്രവൃത്തിയായിട്ടല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകം മുഴുവനും വ്യാപിപ്പിക്കണം. അതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. 200 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹജ്വാല പരത്തുന്ന പരിഹാരത്തെക്കുറിച്ചാണ് ഇവിടെ കാണുക. ഈ ഖണ്ഡിക ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ആ നിർദ്ദേശം ഇതാണ്: പരിഹാരത്തിൻ്റെ ഒരു മാർഗം വികസിപ്പിച്ചെടുക്കാൻ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു. പരിഹാരത്തിൻ്റെ ഈ മാർഗം, ഇവിടെ പരിഹാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം നിഷേധിക്കപ്പെടുകയോ തള്ളിക്കളയപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ആ സ്നേഹത്തിന് നമ്മൾ സാക്ഷ്യം നൽകുക എന്നുള്ളതാണ്. ഈ ഒരു പരിഹാരത്തിൻ്റെ മാർഗം നമ്മൾ വികസിപ്പിച്ചെടുക്കണമെന്നാണ് പരിശുദ്ധ പിതാവ് നമ്മോട് ആവശ്യപ്പെടുക. പരിഹാരം എന്ന് പറയുന്നത് അത് ക്രിസ്തുവിൻ്റെ സ്നേഹം എവിടെയൊക്കെ നിഷേധിക്കപ്പെടുകയോ തള്ളിക്കളയപ്പെടുകയോ ചെയ്യുന്നുണ്ട്, അവിടെയെല്ലാം ഈശോയുടെ സ്നേഹത്തിൻ്റെ സാക്ഷികളായി മാറുക. ഇതൊരു വെറും ഒരു പ്രായശ്ചിത്തം പ്രവൃത്തിയല്ല. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നും പ്രവഹിക്കുന്ന തീഷ്ണവും കൃപാമയവുമായ സ്നേഹജ്വാല ഈ ലോകത്ത് പരത്തുന്നതിനുള്ളൊരു പുതിയ സാധ്യത കൂടിയാണ്. പറയുന്നത് ഇങ്ങനെയാണ്: അശ്രദ്ധ കൊണ്ടോ ഗുരുതരമായ കുറ്റം കൊണ്ടോ സൃഷ്ടിക്കപ്പെടാത്ത സ്നേഹത്തിന് വരുത്തിയ മുറിവുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ള ആഗ്രഹം പരിഹാരത്തിൽ അന്തർലീനമാണെന്ന് സത്യമായിരിക്കുന്നു. എന്നിട്ട് തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: അതിനാൽ തന്നെ ഇത് ചെയ്യാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം എന്നത് അവിടുത്തെ സ്നേഹം നിരസിക്കപ്പെടുകയോ തള്ളിക്കളയപ്പെടുകയോ ചെയ്ത എല്ലാ സന്ദർഭങ്ങൾക്കും പരിഹാരമായി സാധ്യമായ ഇടങ്ങളിലെല്ലാം നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളായി തീരുക, അല്ലെങ്കിൽ സാക്ഷ്യം നൽകുക എന്നുള്ളതാണ്. അതുതന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ ഗുരുതരമായ കുറ്റം കൊണ്ടോ ഒക്കെ സൃഷ്ടിക്കപ്പെടാത്ത സ്നേഹത്തിന്, അങ്ങനെ വരുത്തിയ മുറിവുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം അത് ഈ പരിഹാരത്തിൽ അന്തർലീനമായ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങ് ചെയ്യേണ്ട കാര്യം ഇതേ ഉള്ളൂ: അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈശോയുടെ സ്നേഹത്തിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഈശോയുടെ സ്നേഹത്തിന് സാക്ഷ്യം നൽകുന്നതാണ് യഥാർത്ഥ പരിഹാരമെന്നാണ് പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുക. മാത്രമല്ല, ഇത് ക്രിസ്തുവിനെ ആശ്വസിപ്പിക്കുക എന്നതിലുപരി സഭയുടെയും ലോകത്തിൻ്റെയും മുറിവുകൾ സുഖപ്പെടുത്തുന്ന സഹോദര്യ സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലും ഇതിന് സ്ഥാനമുണ്ട്. അതുകൊണ്ട് ഈ സാക്ഷ്യം നൽകുമ്പോൾ ക്രിസ്തുവിനെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, സഭയുടെയും ലോകത്തിൻ്റെയും മുറിവുകൾക്ക് അതിനെ സൗഖ്യപ്പെടുത്തുന്ന ഒരു സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവർത്തനം കൂടെ ഇവിടെ ഉണ്ടാവുകയാണ്. നമ്മുടെ പ്രവൃത്തികളിലൂടെയും സ്നേഹത്തിലൂടെയും ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ സൗഖ്യദായക ശക്തി പ്രകാശിപ്പിക്കുവാൻ നമ്മൾ വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? ഈ നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത് സാക്ഷിയാവുക എന്നുള്ളതാണ്. ക്രിസ്തു സ്നേഹം എവിടെയെല്ലാം നിരസിക്കപ്പെടുന്നുവോ, എവിടെയെല്ലാം തള്ളിക്കളയപ്പെടുന്നുവോ, അവിടെയെല്ലാം സ്നേഹത്തിൻ്റെ സാക്ഷികളായി നമ്മൾ തീരുമ്പോൾ ഈശോയുടെ ഹൃദയത്തിൻ്റെ സൗഖ്യദായക ശക്തി പ്രകാശിക്കാൻ നമ്മൾ വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ചെയ്യേണ്ട പരിഹാരം എന്ന് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ്
ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പ്രവേശിപ്പിക്കുക എന്നതാണ് ഇവിടെ പരിഹാരമായിട്ട് പരിശുദ്ധ പിതാവ് പറയുക. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമ്മൾ നിറയണം, ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കണം. അതിന് നമുക്ക് സാധിക്കുന്ന കാര്യമാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എവിടെയൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹം നിരസിക്കപ്പെടുന്നുവോ, എവിടെയൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹം തള്ളിപ്പറയപ്പെടുന്നുവോ, അവിടെയെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളാകുക. 201 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അയൽക്കാരനോടുള്ള സ്നേഹപ്രകടനങ്ങളിൽ നാം അനുഭവിക്കുന്ന ത്യാഗവും സഹനവും ക്രിസ്തുവിൻ്റെ പീഡാസഹനവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് വിശദീകരിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ നമ്മെ പങ്കാളികളാക്കുന്നുവെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയുകയാണ്. അപ്പസ്തോലൻ പറയുന്ന ആ മൗതിക ക്രൂശിക്കൽ വഴി നമുക്കും മറ്റുള്ളവർക്കും വേണ്ടിയുള്ള അതിൻ്റെ പ്രായശ്ചിത്തത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും സമൃദ്ധമായ ഫലങ്ങൾ നമ്മൾ സ്വീകരിക്കും. ക്രിസ്തു മാത്രമാണ് കുരിശിൽ സ്വയം സമർപ്പിക്കുക വഴി നമ്മെ രക്ഷിച്ചത് എന്നും അവിടുന്ന് മാത്രമേ നമ്മെ മോചിപ്പിക്കൂ എന്നുള്ള ബോധ്യവുമാണ്, ആ ഒരു കാര്യമാണ് വീണ്ടും വീണ്ടും ഉറപ്പിക്കാനായിട്ട് പരിശുദ്ധ പിതാവ് അവിടെ ആഗ്രഹിക്കുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വലിയ കൃപ, അതായത് രക്ഷ, അത് ക്രിസ്തുവിലെ കുരിശിലെ ഏകബലിയിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റാർക്കും അത് നൽകാനായിട്ട് സാധിക്കില്ല. ഇന്നലെ നമ്മൾ പഠിച്ച ക്ലാസ്സിൽ മിന്നൽ ദണ്ഡിനെക്കുറിച്ച് കണ്ടു. കർത്താവിൻ്റെ നീതി അത് ലഘൂകരിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ആ പാപഭാരമൊക്കെ ഏറ്റെടുക്കുന്നൊരു കാര്യമെന്ന് കണ്ടു. അതൊക്കെ കണ്ടുകൊണ്ടാണ്, പഠിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. വിശുദ്ധ കൊച്ചറേസ്യ അതിന് സ്വീകരിക്കാതെ പരിപൂർണമായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ആത്മീയ ചൈതന്യത്തെക്കുറിച്ച് നമ്മൾ കാണുകയും പഠിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പരിശുദ്ധ പിതാവ് ഇന്നോട് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ബലി അതാണ് ഏകബലി. ആ ബലിയിലൂടെ മാത്രമേ നമ്മൾ രക്ഷിക്കപ്പെടുകയുള്ളൂ. അത് എന്താണ്? അവിടുത്തെ നമ്മുടെ രക്ഷ ഉറപ്പിക്കുവാനുള്ള ഏകബലി അവിടുത്തെ കാൽവരിയിൽ ഏകബലിയായിരുന്നുവെന്ന് വീണ്ടും വീണ്ടും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഈ മിന്നൽ ദണ്ഡിനെക്കുറിച്ച് പറഞ്ഞ കാര്യം ഇതാണ്. അവിടെ പരിശുദ്ധ പിതാവ് സ്നേഹത്തോടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നൊരു അപകടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ബലിയെക്കുറിച്ചും അതുപോലെ തന്നെ കർത്താവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുമുള്ള ഒരു തെറ്റായ ധാരണയുണ്ടാകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്, ഈ മിന്നൽ ദണ്ഡിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പം. അപ്പോൾ അതുകൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും അവിടുത്തെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുമൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ മനുഷ്യന് മനസ്സിലാകുന്നൊരു സ്ഥലമാണ് കാൽവരിയിലെ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ഏകബലി. അപ്പം അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ കുരിശിലെ ഏകബലിയിലൂടെയാണ് എന്ന കാര്യം പരിശുദ്ധ പിതാവ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. 1 തിമോത്തിയോസ് 2 അധ്യായം 5-6 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന ദ്രവ്യമായി നൽകി. 1 തിമോത്തി 2 അധ്യായം 5-6 വാക്യങ്ങൾ. നമ്മൾ അർപ്പിക്കുന്ന പരിഹാരമെന്നത് ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ സ്നേഹത്തിലും അവിടുത്തെ ഏകത്യാഗത്തിലും സ്വതന്ത്രമായി ഏറ്റെടുക്കുന്ന ഒരു പങ്കാളിത്തം മാത്രമേ ആവുന്നുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പരിഹാരം ചെയ്യുന്നത് ഏകബലിയിലൂടെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞു. ആ ബലി പരിപൂർണമാണ്. അപ്പോൾ ആ ബലിയോടെ ഒന്നും കൂട്ടിച്ചേർത്ത് വെക്കാനായിട്ട് പറ്റില്ല എന്ന് നമുക്കറിയാം. അത് സഭ പഠിപ്പിക്കുന്ന കാര്യമാണ്. പരിശുദ്ധ പിതാവ് വീണ്ടും ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മൾ അർപ്പിക്കുന്ന പരിഹാരം എന്നത് ക്രിസ്തുവിൻ്റെ രക്ഷാദായകമായ സ്നേഹത്തിലും അവിടുത്തെ ത്യാഗത്തിലും സ്വതന്ത്രമായി ഏറ്റെടുക്കുന്ന ഒരു പങ്കാളിത്തം മാത്രമേ ആകുന്നുള്ളൂ. അത് ആ ബലിയിലോട് ചേർത്ത് വെച്ചുകൊണ്ട് കൂടുതലൊന്നും ചേരുന്നില്ല. അത് നമ്മുടെ തന്നെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ സ്വതന്ത്രമായി ഏറ്റെടുക്കുന്ന ഒരു പങ്കാളിത്തമാണ്. കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം 24 വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുകയാണ്, സഭയാകുന്നതിൻ്റെ തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്ന വചനം ഇവിടെ പ്രാധാന്യം അർഹിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ പൂർണ്ണവും രക്ഷാകരവുമായ ആത്മബലിയുടെ ഫലങ്ങൾ നമ്മിലൂടെ പൂർത്തിയാകുകയാണ് ചെയ്യുന്നതെന്ന് ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ പൂർണ്ണവും രക്ഷാകരമായ ആത്മബലിയുടെ ഫലങ്ങൾ, ബലി അവിടെ പൂർണ്ണമാണ്, പക്ഷെ അതിൻ്റെ ഫലങ്ങൾ നമ്മിലൂടെ പൂർത്തിയാക്കപ്പെടുകയാണ്. ഇത് നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്.
ക്രിസ്തു നമ്മിലൂടെ പ്രവർത്തിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആശയം. ഇതിൻ്റെ ആശയം എന്ന് പറയുന്നത്, നമ്മൾ ഈ പരിഹാരം ചെയ്യുമ്പോഴും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലായിരുന്നു കൊണ്ട് നമ്മൾ പരിഹാരം ചെയ്യുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, മറിച്ച് ക്രിസ്തു നമ്മിലൂടെ പ്രവർത്തിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആശയം. ഇന്നലെ ധ്യാനിച്ച കാര്യത്തിൽ വിശുദ്ധ കൊച്ചർദേശിയ തൻ്റെ സഹോദരിക്ക് എഴുതുന്ന കാര്യവും തൻ്റെ സുഹൃത്തിനെഴുതുന്ന മൗറിസ് ബെല്ലേറിയൻ എഴുതുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് പരിപൂർണമായ കൊച്ചുത്രേസ്യ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തു അവളിലൂടെ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തിൽ വ്യാപിക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഈ ആത്മബലി അല്ലെങ്കിൽ രക്ഷാകരമായ ഈ ആത്മബലിയിൽ നമ്മുടെ പരിപൂർണമായി നമ്മൾ സമർപ്പിക്കുമ്പോൾ, ആശ്രയിക്കുമ്പോൾ, ഇത് നമുക്ക് ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, മറിച്ച് ക്രിസ്തു നമ്മിലൂടെ പ്രവർത്തിക്കുന്നു എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ ഒരു വലിയ കാര്യമാണ് ഈ 201 ഖണ്ഡികയിൽ നമ്മൾ കണ്ടത്. 202 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലെ വിനയം പഠിക്കുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകൾ പലപ്പോഴും നമ്മുടെ മുറിവേറ്റ അഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ ഖണ്ഡിക നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ വിനയം പ്രാധാന്യം അർഹിക്കുന്നത്. ദൈവം താഴ്മയുള്ളവനായി നിസ്സാരനായി നമ്മുടെ അടുത്തേക്ക് വന്നതിനെക്കുറിച്ച് ഇത് ഓർമ്മിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ പോലും ദൈവം തൻ്റെ ജനത്താൽ തള്ളിക്കളയപ്പെടാൻ സ്വയം അനുവദിക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാം. ക്രിസ്തുവിൻ്റെ സ്നേഹം അവിടുത്തെ ജനത്തിൻ്റെ അനുദിന ജീവിതത്തിൽ പ്രകടമായിരുന്നു എന്നാണ് പാപ്പ പറയുക. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ വിനയം നമ്മെ താഴ്മയുടെ പാതയിലേക്ക് നയിക്കണം. എന്നിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നു, അനുകമ്പ ഉള്ളവനായി നിസ്സാരനായി നമ്മുടെ അടുത്തേക്ക് വരാൻ ദൈവം തീരുമാനിച്ചു. അനുകമ്പയുള്ളവനായി നിസ്സാരനായി അവൻ വരാൻ തീരുമാനിച്ചു. പഴയ നിയമം ഇതിനകം തന്നെ വിവിധ രൂപകങ്ങളിലൂടെ ചരിത്രത്തിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും തൻ്റെ ജനത്താൽ തള്ളിക്കളയപ്പെടാൻ സ്വയം അനുവദിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് കാണിച്ചു തരുന്നത്. അപ്പോഴൊക്കെയാണ് ദൈവം തൻ്റെ പ്രവാചകന്മാരെ അയക്കുകയും ചെയ്യുക. ക്രിസ്തുവിൻ്റെ സ്നേഹം അവിടുത്തെ ജനത്തിൻ്റെ അനുദിന ജീവിതത്തിൽ പ്രകടമായിരുന്നു എന്ന് കാണാം. ഒരു പ്രതികരണത്തിനായി യാചിക്കുന്നത് പോലെയും തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ അനുവാദം ചോദിക്കുന്നത് പോലെയുമാണ് പലപ്പോഴും ഈശോ നമ്മുടെ അടുത്തേക്ക് കടന്നു വന്നിരുന്നത് എന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29 ക്രിസ്തു തൻ്റെ ഹൃദയത്തെക്കുറിച്ച് ഒരേ ഒരു തവണയാണ് സംസാരിക്കുന്നത്. ഞാൻ ഹൃദയത്തിൽ സൗമ്യനും താഴ്മയുള്ളവനുമാണ്, എന്നിൽ നിന്നും പഠിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്രിസ്തുവിന് നമ്മളെ സ്വന്തമാക്കാൻ നമ്മുടെ ചെറുതാകലും നമ്മുടെ സ്വയം താഴ്ത്തലും ആവശ്യമാണ് എന്ന് അവിടുന്ന് ഈ വാക്കുകളിലൂടെ കാണിച്ചു തരികയാണ്. നമ്മുടെ അകംഭാവം വെടിഞ്ഞ് താഴ്മയുള്ളവരാകുമ്പോഴാണ് ക്രിസ്തു നമ്മിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ക്രിസ്തുവിന് നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ എളിമയുള്ളവരായി തീരണം. ഞാൻ ശാന്തശീലം വിനയഹൃദയമാകിയ നിങ്ങൾ എന്നിൽ പഠിക്കുമെന്നാണല്ലോ ഈശോ പഠിപ്പിച്ചിരിക്കുക. തന്നെ വെളിപ്പെടുത്തുവാൻ നമ്മുടെ ചെറുതാകൽ, നമ്മുടെ സ്വയം താടൽ എന്നിവ ഈശോയ്ക്ക് ആവശ്യമാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്. ഈശോയ്ക്ക് നമ്മുടെ മുമ്പിൽ സ്വയം പ്രത്യക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ചെറുതാവണം, സ്വയം താഴ്ത്തണം. ഈശോ അങ്ങനെയാണ് കാണിച്ചു തന്നത്. അപ്പോൾ അതുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിൻ്റെ വിനയം നമ്മൾ സ്വന്തമാക്കണം എന്നാണ് പരിശുദ്ധ പിതാവ് പറയുക. അനുകമ്പയുള്ളവരായി നിസ്സാരരായി ദൈവം നമ്മുടെ അടുത്തേക്ക് വരാൻ തീരുമാനിച്ചതുപോലെ നമുക്കും ഈ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഇതൊരു പരിഹാരത്തിൻ്റെ മാർഗമാണെന്ന് ഓർത്തോണം. വിനയം എന്ന് പറയുന്നത് വിനയം വഴിയായിട്ട്, വിനയത്തിലൂടെ, സ്വയം താഴലിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റബോധത്തിലേക്ക് പോവുകയല്ല, മറിച്ച് ഈശോ നമ്മെ സ്നേഹിച്ചതിൻ്റെ ആ വലിയൊരു കാര്യമാണ്. ഈശോ പറഞ്ഞ കാര്യം തന്നെയാണ് മത്തായി 11:29 ഞാൻ വിനീത ഹൃദയനും എൻ്റെ ഹൃദയം താഴ്മയുള്ളവ നിങ്ങൾ എന്നെ പഠിക്കുക എന്ന് പറഞ്ഞതുപോലെ ആ ഒരു കാര്യമാണ് പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുക. വിനയമുള്ളവരായിക്കൊണ്ട് പരിഹാരം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. 203 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ഖണ്ഡിക മുമ്പ് പറഞ്ഞ പോലെ വേർപെടുത്താനാവാത്ത വശങ്ങളെക്കുറിച്ചാണ് പ്രത്യേകമായിട്ട് പറയുക. അവയെ ഊന്നി പറയുകയാണ്. അയൽക്കാരനോടുള്ള സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ, അതിൽ ത്യാഗവും സ്വയം ത്യജിക്കലും കഷ്ടപ്പാടും പരിശ്രമവും എല്ലാം ഉൾപ്പെട്ടാലും
അവയ്ക്ക് അർത്ഥമുണ്ടാകുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പരിപോഷിപ്പിക്കപ്പെടുമ്പോൾ മാത്രമാണ്. നമ്മൾ എത്രമാത്രം ത്യാഗവും ത്യജിക്കലും കഷ്ടപ്പാടുകളൊക്കെ നടത്തിയെന്ന് പറഞ്ഞാലും ആ കഷ്ടപ്പാടിലും ത്യജിക്കലിലും എല്ലാ പരിശ്രമങ്ങളിലുമൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ അത് പ്രചോദിതമാകുന്നില്ലെങ്കിൽ, പോഷിക്കപ്പെടുന്നില്ലെങ്കിൽ, ശക്തിപ്പെടുന്നില്ല എങ്കിൽ അത് യഥാർത്ഥ സ്നേഹമായി തീർന്നില്ല. താൻ സ്നേഹിച്ചതുപോലെ തന്നെ സ്നേഹിക്കാനാണ് അവിടുന്ന് നമ്മെ പ്രാപ്തരാക്കുന്നത്. ഈ രീതിയിൽ അവിടുന്ന് നമ്മിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും ഈശോയുടെ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ടുള്ള അവസരങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതാണ് പരിശുദ്ധ പിതാവ് ഈ ഖണ്ഡികയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈശോയുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ അവിടുന്ന് സ്വയം താഴ്ത്തുന്നു. ചെറിയ കാരുണ്യ പ്രവർത്തികൾ പോലും ഈശോയുടെ ഹൃദയം മഹത്വപ്പെടുത്തുകയും അതിൻ്റെ എല്ലാ മഹത്വവും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് മാർപ്പാപ്പ ആവർത്തിച്ച് പറയുകയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവർത്തികൾ പോലും, കാരുണ്യ പ്രവർത്തികൾ പോലും ഈശോയുടെ ഹൃദയത്തിന് മഹത്വം നൽകും. ഒരിക്കൽ നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പൂർണ്ണ വിശ്വാസത്തോടെ സ്വാഗതം ചെയ്യുകയും അതിൻ്റെ അഗ്നി നമ്മുടെ ജീവിതത്തിൽ പകരാൻ ഇടയാകുകയും ചെയ്താൽ ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവരെ താഴ്മയോടെ എല്ലാവരോടുമുള്ള അടുപ്പത്തോടു കൂടിയും സ്നേഹിക്കാൻ നമുക്ക് കഴിയുമെന്നാണ് പറയുക. നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ പൂർണ്ണ ഹൃദയത്തെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായാൽ നമുക്ക് ആ കാരണത്താൽ തന്നെ അതിൻ്റെ അഗ്നി, ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി നമ്മുടെ ജീവിതത്തിൽ പകർന്ന് കിട്ടിയാൽ നമുക്ക് ക്രിസ്തുവിനെ പോലെ തന്നെ എളിമയോടെ താഴ്മയോടെ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് ഈശോയുടെ സ്നേഹം ഉയർന്നു നിൽക്കുന്ന സ്നേഹമല്ല, താഴ്ന്നു നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന സ്നേഹമാണ്. അതുകൊണ്ടാണ് ഇമ്മാനുവേൽ എന്ന് പറയുക. കൂടെയായിരിക്കുന്നവൻ. നമ്മൾ പഴയ അധ്യായങ്ങളൊക്കെ കണ്ട കാര്യമാണ്. കൂടെ നടന്ന് സ്പർശനത്തിലൂടെ അവൻ സൗഖ്യം നൽകുന്നു, വാക്കുകളിലൂടെ ആശ്വാസം നൽകുന്നു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല എന്ന വാക്കിലൂടെ ഒരു കാരുണ്യത്തിൻ്റെ ഭാവം നൽകുന്നു. ഇങ്ങനെ എപ്പോഴും കൂടെയായിരിക്കുന്ന ഒരു ഈശോയാണ് കാണിച്ചു തരിക. ഈ രീതിയിൽ ക്രിസ്തു തന്നെ ദാഹം ശമിപ്പിക്കുകയും തൻ്റെ തീഷ്ണവും കൃപാപൂർണവുമായ സ്നേഹത്തിൻ്റെ ജ്വാലകൾ നമ്മിലും നമ്മിലൂടെ തേജസ്സോടെ മറ്റുള്ളവരിലേക്ക് പ്രസരിക്കുകയും ചെയ്യും. അതായത് ഈശോയുടെ സ്നേഹം നമ്മിൽ നിറയും, നമ്മിൽ നിന്നും അത് മറ്റുള്ളവരിലേക്ക് പ്രസരിക്കുകയും ചെയ്യുന്നു. നമ്മൾ പ്രസരിപ്പിക്കുന്നു, നമ്മിലൂടെ പ്രസരിപ്പിക്കുന്നു. അത് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈശോയുടെ സ്നേഹം നമ്മിൽ പ്രസരിപ്പിക്കുന്നു. ഈശോ നമ്മുടെ ഹൃദയത്തെ ആദ്യം തൻ്റെ സ്നേഹത്തെ നിറയ്ക്കുന്നു, എന്ന് നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക്, സമൂഹത്തിലേക്ക്, സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. നമ്മിലൂടെ ക്രിസ്തു മറ്റുള്ളവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പൂർണ്ണ വിശ്വാസത്തോടെ സ്വീകരിക്കുകയും അതിൻ്റെ അഗ്നി നമ്മുടെ ജീവിതത്തിൽ പടരുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവരെ എളിമയോടും എല്ലാവരോടുമുള്ള അടുപ്പത്തോടും കൂടി സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ രീതിയിൽ ക്രിസ്തു തൻ്റെ ദാഹം ശമിപ്പിക്കുകയും തൻ്റെ തീഷ്ണവും കൃപാപൂർണമായ സ്നേഹത്തിൻ്റെ ജ്വാലകൾ നമ്മിലൂടെ പ്രസരിപ്പിക്കുകയും ചെയ്യും. ആണ് ഈശോയുടെ ദാഹം എന്ന് പറയുന്നത് ആത്മാക്കളെ തന്നിലേക്ക് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ ആദ്യം നമ്മെ സ്നേഹിച്ചതിൻ്റെ കാരണവും അതുതന്നെയാണ്. അതാണ് പരിശുദ്ധ പിതാവ് ഇവിടെ നമ്മോട് പറയുന്നത്. ഈ ഖണ്ഡികയിലൂടെ നമ്മൾ പ്രധാനമായും പറയുന്ന കാര്യം ഇതാണ്. നമ്മുടെ ഈശോയുടെ സ്നേഹത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് പൂർണ്ണമായി ചേർന്ന് നിൽക്കാൻ നമ്മൾ തയ്യാറായാൽ ഈശോ തൻ്റെ സ്നേഹം നമ്മളിലേക്ക് പ്രസരിപ്പിക്കുകയും അത് നമ്മിലൂടെ പ്രസരിപ്പിക്കാനായിട്ട് ഇടയാക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ്. നമുക്ക് 204-ാമത്തെ ഖണ്ഡികയിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാം. ഈ ഭക്തിക്ക്, അതായത് ഈശോയുടെ തിരുഹൃദയ ഭക്തിക്ക് ഒരു തൃത്വപരമായ മാനമുണ്ടെന്ന് വ്യക്തമാക്കുകയാണ്. ക്രിസ്തു തൻ്റെ മനുഷ്യത്വത്തിൽ ചെയ്ത പരിഹാരം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ നമ്മൾ ഓരോരുത്തരും പിതാവിന് സമർപ്പിക്കപ്പെടുകയാണ്. ഇവിടെ തൃത്വിക ദൈവത്തിൻ്റെ കൂട്ടായ്മയാണ് ഈശോയുടെ ഈ തിരുഹൃദയ ഭക്തിയിൽ അല്ലെങ്കിൽ തിരുഹൃദയ സ്നേഹത്തിൽ കാണുന്നതെന്ന് പരിശുദ്ധ പിതാവ് പറയാൻ പരിശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ പരിശുദ്ധ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് നൽകുന്ന പരിഹാരം ആത്യന്തികമായി പിതാവിലേക്കാണ് നയിക്കപ്പെടുന്നത്. നമ്മൾ ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിനോടൊപ്പവും ക്രിസ്തുവിലും നമ്മെ തന്നെ അർപ്പിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നുവെന്ന് കാണുമ്പോൾ പിതാവ് സന്തോഷിക്കുന്നു.
ക്രിസ്തുവിലൂടെയാണ് പിതാവിങ്കിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക. ക്രിസ്തു നമ്മിലുണ്ട് എന്നും നമ്മൾ ക്രിസ്തുവിനോടൊപ്പമാണെന്നും നമ്മുടെ എല്ലാ പ്രവൃത്തികളും ക്രിസ്തുവിലാണെന്നറിയുമ്പോൾ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന പിതാവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിൽ പിതാവ് സന്തോഷിക്കുന്നു. ക്രിസ്തു ചെയ്ത പരിഹാരം നമ്മൾ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവിനെ പ്രവർത്തനത്തിലൂടെ പിതാവിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവാണ് ഈ പ്രവർത്തനങ്ങൾ മുഴുവനും പിതാവിന് സമർപ്പിക്കുന്നത്. ക്രിസ്തുവിലൂടെ ഈ നന്മയെ, സ്നേഹത്തെ പരിശുദ്ധാത്മാവാണ് പിതാവിന് സമർപ്പിക്കുക. അതാണ് ഇതിലെ തൃത്വൈക മാനമെന്ന് പറയുന്നത്. പിതാവിന് സമർപ്പിച്ച പരിഹാരം പുത്രൻ നിർവഹിച്ച പരിഹാരം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ പിതാവിന് വീണ്ടും സമർപ്പിക്കപ്പെടുന്നു. പിതാവ് സമർപ്പിച്ച പരിഹാരമാണ് പുത്രനായ മിശിഹ. ആദിമാതാപിതാക്കൾക്ക് പാപമൂലം പറുദീസ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ പറുദീസ തിരികെ നൽകാൻ വേണ്ടി പിതാവ് സമർപ്പിച്ച ഒരു പരിഹാരമാണ് പുത്രനായ മിശിഹ. ആ പരിഹാരത്തെ പുത്രനായ മിശിഹ സ്വീകരിക്കുന്നു. അത് ആ പരിഹാരം നിർവഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ പിതാവിന് സമർപ്പിക്കപ്പെടുന്നു. ഇത് ക്രിസ്തീയ വിശ്വാസത്തിലെ തൃത്വത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് നാം നൽകുന്ന പരിഹാരം ആത്യന്തികമായി പിതാവിലേക്കാണ് നയിക്കപ്പെടുന്നത്. അതായത് നാം ഈശോയിലൂടെയും ഈശോയോടൊപ്പവും ഈശോയിലും നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ എല്ലാം പിതാവാണ് സന്തോഷിക്കുന്നത്. അതായത് തൃത്വൈക ദൈവമാണ് അവിടെ സന്തോഷിക്കുന്നത്. നാം ഈശോയിലൂടെയും ഈശോയോടൊപ്പം ഈശോയിലും നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ അത് പരിപൂർണമായിട്ടും ഈശോയിൽ തന്നെയാണ് നമ്മൾ സമർപ്പിക്കുന്നതെങ്കിൽ പോലും പരിശുദ്ധാത്മാവാണ് അതിന് കൃപ നൽകുന്നത്. ആ കൃപയിലൂടെ നമുക്ക് ഈശോയിലേക്ക്, പിതാവായ ദൈവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇതിന് നൽകുന്ന പ്രചോദനവും ശക്തിയും പരിശുദ്ധാത്മാവാണ് നൽകുന്നത്. ഇതാണ് വിശുദ്ധ പിതാവ് ഈ ക്ലാസ്സിലൂടെ നമ്മോട് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധ്യമത്തിലുള്ള ഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം.
താങ്ക്